മാഷേ, ഈ വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ്. ആ ബില്ല് അവർ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി JPCക്ക് വിട്ടു ചർച്ചയ്ക്കായിട്ട്. അതിനൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിലേക്ക് വിട്ടു. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. എന്താണ് ഈ JPC കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടി അല്ലെങ്കിൽ നിലപാട്? ഈ വഖഫ് ഭേദഗതി ബില്ല് ഈ സഭാ സമ്മേളനത്തിൽ, ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ, ശീതകാല സമ്മേളനത്തിൽ വരാൻ വല്ല സാധ്യതയുമുണ്ടോ? എനിക്കും വലിയ ആശങ്ക ഉണ്ടായിരുന്നൊരു വിഷയമാണത്. ഞാൻ പലയിടത്തും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. കാരണം ഈ JPC ഈ നിയമത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ജനാധിപത്യ വിരുദ്ധമായ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. JPC ചെറിയൊരു ഏർപ്പാടല്ല കേട്ടോ. JPC എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുള്ള എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളടങ്ങുന്ന ഒരു സർവകക്ഷി സമിതിയാണ്. അതിൽ ലോക്സഭയിൽ നിന്ന് 31 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും, 41 പേരുണ്ട്. 11 പേരല്ലേ? എന്തായാലും 41 പേരുള്ള ഒരു വലിയ ജംബോ ബോഡിയാണത്. ഒരു ബസ്സിന് പോകാനുള്ള ആളുണ്ട്. അതിന്റെ ചെയർപേഴ്സണാണ് ഈ BJP MP ആയിട്ടുള്ള സീനിയർ MP ആയിട്ടുള്ള ജഗദംബിക പാല്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബോഡിയാണ്. അതിന്റെ പ്രത്യേകത, ഇത് നടത്തിക്കൊണ്ടുപോകാൻ ചില്ലറ ചെലവല്ല. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പാർലമെന്റ് ആകുമ്പോൾ ഒരിടത്താണ് പാർലമെന്റ് ചേരേണ്ടത്. ഇതങ്ങനെയല്ല. ഇതിന്റെ നിയമം തന്നെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും സിറ്റിംഗ് ചേരണം. 25 യോഗങ്ങൾ സിറ്റിംഗ്. ഒരു യോഗവും ഒരിടത്ത് നടത്താൻ പാടില്ല. അപ്പോൾ പലയിടത്തായിട്ട് പലതവണ യോഗം ചേരണം. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഹിയറിംഗ് സ്വീകരിക്കാം. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് പരാതികൾ സ്വീകരിക്കാൻ അവരെ ഡൽഹിയിലേക്ക് വരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിന് ഈ 41 അംഗങ്ങളെ കൊണ്ട് നടക്കണം രാജ്യത്തിന്റെ ചെലവിൽ. അവർ ചില്ലറക്കാരല്ലല്ലോ. അവർക്ക് ഒരു മീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ് യാത്രാ സൗകര്യങ്ങൾ വേണം. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റും സൗകര്യങ്ങളും, സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റീസ്, അവരുടെ സുരക്ഷ, അവരുടെ ഫുഡ്, അക്കോമഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ. അത്രയും എത്ര പണം ചെലവിട്ടിട്ടുണ്ടാവും, എത്ര മാസങ്ങളായി. എന്നിട്ട് ഈ JPC ചെയ്തുകൊണ്ടിരുന്നത്, JPC ചെയ്യേണ്ട പണി എന്താണ്? നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ബില്ലിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പേ പൊതുജനങ്ങൾക്കിടയിൽ നിന്നുള്ള മുഴുവൻ പരാതികളും സ്വീകരിച്ച് അതനുസരിച്ച് ആ ഡ്രാഫ്റ്റിൻ്റെ ഭേദഗതി വരുത്തുക. പിന്നീട് ജനങ്ങൾക്ക് ഇടയിൽ നിന്ന് പരാതി വരാതിരിക്കാനാണ്. നല്ലതാണ്. പാർലമെൻറ്റിൽ നിയമം നിർമ്മിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മുടെ പാർലമെൻറ്റിൽ നമ്മുടെ ജനപ്രതിനിധികൾ നമ്മൾക്ക് വേണ്ടി നിർമ്മിക്കാൻ പോകുന്ന നിയമത്തിൻ്റെ വിപുലമായ, വളരെ സൂക്ഷ്മമായ സ്വഭാവം ഇതാണെന്ന് കമ്പോട് കമ്പ് കേൾക്കാനും പരിശോധിക്കാനും, എന്നിട്ട് അതിലാവശ്യമായ ഭേദഗതികൾ കാലേക്കൂട്ടി വരുത്താനുള്ള സമയമാണ്. എന്നാൽ എന്താ ഗുണം? ഇതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് പാർലമെൻറ്റിൽ വെച്ചാൽ ഒരു വോട്ടെടുപ്പ് കൊണ്ട് കാര്യം തീരും. പിന്നീട് അതാണ് ഇതിൻ്റെ ഒരു വളരെ ഔപചാരികമായ ചർച്ച. കാരണം ജനങ്ങളുടെ ഒരു സമ്പൂർണ്ണമായ സമ്മതം കിട്ടിയിട്ടാണല്ലോ ഈ ഡ്രാഫ്റ്റ് ചെല്ലുക. പക്ഷേ ഈ വഖഫ് ബില്ലിനോട് നമ്മുടെ JPC പെരുമാറിയത് എങ്ങനെയാണ്? ഒന്നുകിൽ ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഈ വഖഫ് ബില്ല് വന്ന കാലത്തെ നമ്മുടെ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് അത് രാജ്യവിരുദ്ധമാണ്, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, മുസ്ലിം വിരുദ്ധമാണ്, ആ ബില്ല് പിൻവലിക്കണം എന്ന നിലപാടാണ്. അതെ, ആ ബില്ല് പ്രതിപക്ഷം അങ്ങനെ നിലപാടെടുക്കാം. എന്നാൽ പിന്നെ ആ നിലപാടിൽ പ്രതിപക്ഷം നിൽക്കണം. ബില്ല് പാർലമെൻറ്റ് JPCക്ക് വിട്ടു, ലോക്സഭാ സ്പീക്കർ JPCക്ക് വിട്ടു. JPC കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് പാർലമെൻറ്റ് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. JPC അംഗങ്ങളുടെ പേര് ഓരോ പാർട്ടിയുടെയും ഒരു പ്രതിനിധിയെ തരാൻ പറഞ്ഞു. എല്ലാവരും കൊണ്ടുപോയി പ്രതിനിധിയെ കൊടുത്തു. കാരണം വലിയ സൗകര്യങ്ങളുള്ള ഇതാണ്. എന്നാൽ JPC അംഗത്വം ഏറ്റെടുക്കുമ്പോൾ എന്തിനാണ് JPC അംഗത്വം ഏറ്റെടുക്കുന്നത്? ഈ ബില്ലിനെ കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചിട്ട് ഭേദഗതി നിർദ്ദേശിക്കാൻ വേണ്ടിയാണല്ലോ. അവരാരും അതിനോട് അങ്ങനെ പ്രതികരിച്ചില്ല. ഈ JPCയിലും പോയിട്ട് പാർലമെന്റ് പറഞ്ഞ അതേ കാര്യം പറഞ്ഞു, പിൻവലിക്കണം. അതാണ് എന്തിന് JPC ഏറ്റെടുത്തു വരും, എന്ത് JPC അംഗത്വം സ്വീകരിച്ചു. എല്ലാ പാർട്ടികളും, സകലമാന OICമാരും ഒക്കെ അതിനകത്തുണ്ട്, എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനോട് ഈ JPC സ്വീകരിച്ച നിലപാട് കണ്ടപ്പോൾ വേറൊന്നുകൂടി രാജ്യത്ത് അതേ സമയത്ത് നടന്നു. രാജ്യത്തെ പൊതുജനങ്ങൾ കൃത്യമായി 2 പക്ഷം ചേർന്നിട്ട് വലിയ ക്യാമ്പയിൻ നടത്തി. 2 കേന്ദ്രങ്ങളിൽ നിന്ന് തയ്യാറാക്കിയ, പ്രശാന്ത് കണ്ടിട്ടുണ്ടാവും, 2 കേന്ദ്രങ്ങൾ തയ്യാറാക്കിയ ഡ്രാഫ്റ്റ് ഇന്ന കാരണങ്ങളാൽ. ഡ്രാഫ്റ്റ് എന്താ? JPC പിൻവലിക്കണം എന്നൊരു കൂട്ടർ, JPC അംഗീകരിക്കുന്നൊരു കൂട്ടർ. അപ്പോഴും അത് JPCക്ക് ആവശ്യമുള്ളതല്ല. ചിലരെങ്കിലും
ഇതിനിടയിൽ അപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഇങ്ങനെ ക്യാമ്പയിൻ പോലെ ഒരേ കോപ്പി എല്ലാവർക്കും അയച്ചു കൊടുക്കുക, നിങ്ങൾ ഇത് ഉടനെ അയച്ചു കൊടുക്കണം JPCക്ക്. അങ്ങനെ അയക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ മന്ത്രി പറഞ്ഞിരുന്നു, റിജിജു, നമ്മുടെ കിരൺ റിജിജു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, അന്ന് പറഞ്ഞത് ഏതാണ്ട് അന്ന് പാർലമെന്റിലെ വിഷയം വരുമ്പോൾ അദ്ദേഹമാണല്ലോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. ഞാൻ പറഞ്ഞത് അതിന് ശേഷം വല്ലതും പറഞ്ഞു എനിക്കറിയില്ല. ഏതാണ്ട് ഒരു മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ 1.25 കോടി പരാതികൾ JPCക്ക് മുമ്പിൽ കിട്ടിയെന്ന. അപ്പോൾ ഞാൻ ഓർത്തു ഇത് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് JPCക്ക് ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുക. പക്ഷേ സോർട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ്. ഇപ്പോൾ ഇതാണല്ലോ നമ്മൾ അപ്ഡേറ്റ്. എന്താണ് ഇന്നലെ നമ്മുടെ JPC ചെയർപേഴ്സൺ നമ്മുടെ ജഗദാംബിക പാലിൻ്റെ ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു. അവർ ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ കഷ്ടപ്പെട്ടാണെങ്കിലും ഇതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. JPC അംഗങ്ങൾ സഹകരിക്കാത്തവരോട് സഹകരിക്കേണ്ട. അവരെന്താ ചെയ്തത്? JPC മീറ്റിംഗ് എവിടെ വിളിച്ചാലും ഒന്ന് അഹമ്മദാബാദിൽ വിളിച്ചാൽ പിന്നൊന്ന് കൽക്കത്തയിൽ പിന്നൊന്ന് മദ്രാസിലാണ് വിളിക്കുന്നത്. ഈ യോഗത്തിനൊക്കെ ഇവർ വരും. കാരണം വന്നാൽ TA കിട്ടും, കനത്ത TA കിട്ടും, സൗകര്യങ്ങൾ കിട്ടും. വരും. വരുന്നത് എന്തിനാ? JPC പിൻവലിക്കണം എന്ന് പറയാനാണ്. വരേണ്ടത് അങ്ങനെയല്ല. ഡ്രാഫ്റ്റ് ഇവരുടെയൊക്കെ കയ്യിലുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇന്ന ലൈനിലെ ക്ലോസ് 1 പേജ് നമ്പർ ക്ലോസ് പറഞ്ഞിട്ട് ഇന്ന ഭേദഗതി വരണം എന്നവർ പറഞ്ഞോട്ടെ. ആ ഭേദഗതി അവതരിപ്പിക്കാൻ പറ്റുമല്ലോ. അതൊന്നും പറഞ്ഞില്ല. പക്ഷെ അവരെ മാറ്റി നിർത്തി. അങ്ങനെ പ്രതിഷേധത്തിന് വേണ്ടി മാത്രം വന്ന JPC അംഗങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഭരണകക്ഷിയെ അനുകൂലിക്കുന്ന, എങ്ങനെ വന്നാലും ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം വരുന്ന തരത്തിലാണല്ലോ കമ്മിറ്റി ഉണ്ടാവുക. ആ കമ്മിറ്റിക്കാർ കൃത്യമായി ഇരുന്നു എന്നാണ് പറയുന്നത്. ഒടുവിൽ അവർ നോക്കുമ്പോൾ ഇങ്ങനെ പിൻവലിക്കണം എന്ന് പറയുന്നതിന് പകരം ക്രിയേറ്റീവായി നിർദ്ദേശങ്ങൾ വെച്ച ഈ കൂട്ടത്തിൽ 1.25 കോടിയിൽ ഏതാണ്ട് 96 ലക്ഷത്തോളം ഭേദഗതികൾ തന്നെ വന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ ഇത് ഗൗരവമായിട്ടെടുത്തു. 46 സംഘടനകൾ, ഏതാണ്ട് 246 സംഘടനകളോ വിഭാഗങ്ങളോ മറ്റോ 246 എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അത്രയും സംഘടനകളും ഗൗരവമായിട്ടെടുത്തു. കൃത്യമായ നിർദ്ദേശങ്ങളും ഭേദഗതികളും വന്നിട്ടുണ്ട്. ഏതാണ്ട് 96 കോടിയോളം. അതെല്ലാം സോർട്ട് ചെയ്ത് അതിനാവശ്യമായ ഭേദഗതി വരുത്തി ഫൈനൽ ഡ്രാഫ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. പത്രസമ്മേളനം നടത്തി ചെയർമാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അപ്പോൾ JPCയിലെ പ്രതിപക്ഷാംഗങ്ങൾ, ഇതിനെന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ശീതകാല സമ്മേളനത്തിൻ്റെ ഷെഡ്യൂൾ തയ്യാറാക്കിയപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഈ കമ്മിറ്റിക്ക് JPCക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. സമ്മേളനം തുടങ്ങുന്നത് 25-ാം തീയതിയാണ്. സമ്മേളനം തുടങ്ങുന്ന ആഴ്ച നിങ്ങൾക്ക് അന്ന് തന്നെ സത്യത്തിൽ പുതിയ സമ്മേളനത്തിൽ സമർപ്പിക്കാനുള്ളതാണ് ഈ ഡ്രാഫ്റ്റ്. ഞങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഫൈനൽ ചെക്കിങ്ങിന്, ഒരു ഫൈനലായിട്ടുള്ള ഒരു സിറ്റിങ്ങിനും കൂടി വേണമെങ്കിൽ നടത്താം. ഈ ശീതകാല സമ്മേളനത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിലെ അവസാനത്തെ വർക്കിംഗ് ഡേ ആണ് നിങ്ങളുടെ കട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 29-ാം തീയതി, ഈ മാസത്തെ ഇക്കൊല്ലത്തെ ഈ മാസത്തിലെ അവസാനത്തെ വർക്കിംഗ് പാർലമെൻറ്റ് സമ്മേളനം 25-ന് തുടങ്ങിയാൽ 29-നെങ്കിലും നിങ്ങൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് കട്ട് ഓഫ് ടൈം നമ്മുടെ JPC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ JPC അതനുസരിച്ച് ഞങ്ങൾ റെഡിയാണ്, ഇതാ ഞങ്ങൾ സമർപ്പിക്കും എന്ന് പറയാനാണ് ഇന്നലെ ചെയർമാൻ പത്രസമ്മേളനം വിളിച്ചത്. ആ സമയത്ത് നമ്മുടെ JPCയിലെ പ്രതിപക്ഷങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? പാർലമെന്റ് സ്പീക്കർക്ക് പുതിയൊരു നിവേദനമായിട്ട് പോയിട്ടുണ്ട്. ഇത് ശരിയല്ല, ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇനിയും നിവേദനങ്ങൾ സമർപ്പിക്കാനുണ്ട്, ഞങ്ങൾക്ക് ഇനിയും ഭേദഗതികൾ നിർദ്ദേശിക്കാനുണ്ട്, അതുകൊണ്ട് കട്ട് ഓഫ് ടൈം നീട്ടിത്തരണം. എന്താ ഉദ്ദേശം? ഇത് അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകുക. ഈ പാർലമെന്റിൽ എന്ന് വെച്ചാൽ വഖഫ് പ്രശ്നം ഒരിക്കലും അവസാനിക്കരുത് എന്നാണ് അക്കൂട്ടരുടെ ആഗ്രഹം. ഒരിക്കലും അവസാനിക്കരുത്. ഈ പാർലമെന്റിന്റെ ഈ സെഷനിൽ ഈ ഡ്രാഫ്റ്റ് വരരുത്. ആ ബില്ല് വോട്ടിനിട്ട് പാസ്സാക്കരുത്. പാർലമെന്റ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യ അനുഭവിക്കുന്ന ഈ പ്രശ്നം ഒരിക്കലും തീരാതെ ഇനിയും പോഞ്ഞ് ജനങ്ങൾ തമ്മിലടിച്ച് രക്തം ഒഴുക്കി. മാത്രമല്ല, പ്രശാന്ത് ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ വഖഫ് സത്യത്തിൽ ഒരു സർക്കാർ ഇഷ്യൂ ആണ്. അതെ ആ നിയമം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. നിയമനിർമ്മാണം കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഇഷ്യൂ ആണ്. മാത്രമല്ല, സ്വാതന്ത്ര്യപൂർവ്വമായി ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കി വെച്ച ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പ്രിൻസിപ്പിളുമാണ്. സത്യത്തിൽ ഡിവൈഡ് ആൻഡ് റൂളിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ 1831-ലെ അത് കഴിഞ്ഞിട്ട് 1931-ലെ ഈ നിയമത്തെ സ്വതന്ത്ര ഇന്ത്യ തുടരുകയല്ല വേണ്ടത്. സ്വതന്ത്ര ഇന്ത്യ ജനാധിപത്യത്തിന് ചേർന്ന മട്ടിൽ നിർമ്മിക്കുകയാണ് വേണ്ടത്. അപ്പൊ എന്ന് പരിഷ്കരിക്കേണ്ടതാണ് ഈ നിയമം. അതിന് പകരം ഇപ്പോൾ കൊണ്ടുവന്നത് അടിസ്ഥാന നിയമനിർമ്മാണമൊന്നും അല്ല കേട്ടോ. ഇപ്പൊ കൊണ്ടുവന്നത് അടിയന്തരമായി ഇപ്പോൾ ഒരിക്കലും തീരാത്ത വഖഫ് കേസുകൾക്ക് ഒരു പരിഹാരം കാണാൻ, പാവങ്ങളായ ഒരുപാട് പേർക്ക് അവരുടെ കിടപ്പാടവും മുട്ടുശാന്തിയാണ് അവരുടെ കിടപ്പാടം, അവരുടെ ദേവാലയം, അതു സംബന്ധമായ ലിറ്റിഗേഷൻ, അത്തരം കേസുകൾക്ക് പെട്ടെന്നൊരു പരിഹാരം കാണാനുള്ള ഒരു താൽക്കാലിക നടപടിയാണ്.
അതുപോലും വൈകിക്കാനാണ് നമ്മുടെ JPC-യിലെ അത് പ്രതിപക്ഷം. വലിയ കഷ്ടമാണ്. പ്രതിപക്ഷത്തിന് എന്ന് ഈ ബുദ്ധി ഉദിക്കുമോ എന്ന് ഇതാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു തീരുമാനം സ്പീക്കറുടേതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ ഗവൺമെന്റും, അതുകൊണ്ട് സ്പീക്കർ ഒരു തീരുമാനം എടുക്കുമായിരിക്കും. യുവമാർക്ക് കൊടുക്കാവുന്ന ശീതകാല സമ്മേളനത്തിൽ തന്നെ ഈ JPC-യുടെ റിപ്പോർട്ട് വരും. ഈ ബില്ലിന്മേലുള്ള, ഈ ഭേദഗതി ബില്ലിന്മേലുള്ള റിപ്പോർട്ട് സഭയിൽ വരും എന്നാണ് നമുക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇവർ ഇതേ ചെയ്യുള്ളൂ എന്നറിയാം. ഇവർ JPC മീറ്റിങ്ങിന് ചെന്നാൽ ആദ്യം ചെയ്യുന്നത് ബില്ല് വലിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗ്ലാസ് എടുത്ത് എറിയുക, ഇടിക്കുക. കൊച്ചു കുട്ടികളെ പോലെയല്ലേ ഇവർ പെരുമാറിക്കൊണ്ടിരുന്നത്. യാതൊരു അതുകൊണ്ട് യുക്തമായ തീരുമാനം സ്പീക്കർ എടുക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇവരുടെ നിവേദനം സ്വീകരിക്കാതെ തന്നെ ചെയർപേഴ്സന്റെ ജഗദാംബിക പാലിന്റെ തീരുമാനപ്രകാരം ഉള്ള ഈ സെഷനിൽ തന്നെ ഡ്രാഫ്റ്റ് വെക്കാനും അത് ചർച്ച ചെയ്യാനും പാസ്സാക്കി എടുക്കാനുള്ള സംവിധാനം സ്പീക്കർ ചെയ്യുമെന്ന് വേണം. എത്രയും പെട്ടെന്ന് അത് സർക്കാർ ചെയ്യട്ടെ. ഇന്നത്തെ പത്രവാർത്തകൾ കാണുന്നത് വരെ, ഇന്നിപ്പോ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ ഇത് റെഡിയാണെന്ന് മനസ്സിലാക്കുന്നത്. എനിക്കും ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ വളരെ വേഗത്തിൽ അതിന് നടപടി കേന്ദ്ര സർക്കാർ ഗൗരവമായിട്ട് എടുത്തു. കാരണം രാജ്യവ്യാപകമായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ മാത്രമല്ല, ആ പ്രശ്നങ്ങളൊക്കെ ഒരു നിയമനിർമ്മാണത്തിന്റെ തലം വിട്ട് എന്റെ പ്രശാന്തെ പലയിടത്തും അത് കമ്മ്യൂണലായി, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി. അതെ, വലിയ ക്രമസമാധാന പ്രശ്നമായി, വർഗീയ പ്രശ്നമായി. ഒരു നാട് കത്തിപ്പോകുന്ന തരത്തിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് യാതൊരു കുലുക്കവും ഇല്ല.